ഹലോ, വെൽക്കം ടു സം ടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്കൊരു പാവയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുന്നത്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും. ഞാനൊരു ചെറിയ പാവയ്ക്കയാണ് ഇതുപോലെ അരിഞ്ഞെടുത്തേക്കുന്നത്. വളരെ തിന്നായിട്ട് വേണം അരിയാൻ. ഈ കറി പാവയ്ക്ക വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിന് കയ്പ്പ് തീരെ ഇല്ല. നമുക്കൊരു തൊടുകറിയായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വഴറ്റാതെ ഉണ്ടാക്കാം. വഴറ്റിയെടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതിയാവും. നമ്മളിതിന് ശേഷം ഇതിൽ വാളംപുളിയുടെ വെള്ളം ഒഴിച്ചിട്ട് അതിലാണ് ബാക്കി ഈ പാവയ്ക്കും ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കയ്പ്പൊക്കെ മാറി ഈ പാവയ്ക്കൊക്കെ നല്ലൊരു പുളിയൊക്കെ പിടിച്ച് കിട്ടും. അതുകൊണ്ട് നല്ലതുപോലെ വഴറ്റേണ്ട ആവശ്യവുമില്ല. ശേഷം നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുത്ത പാവയ്ക്കൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചും അതിൻ്റെ നല്ല കളർ വരണമെങ്കിൽ എന്തായാലും കാശ്മീരി ചില്ലി തന്നെ ഉപയോഗിക്കണം. അപ്പം അതും കൂടെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുത്ത് ശേഷം ആ പാവയ്ക്കയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. പൊടികൾ കരിഞ്ഞു പോകുന്നില്ല പേടിയുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറൊരു ചട്ടിയിൽ ചൂടാക്കിയെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആ വാളംപുളി നമ്മൾ എടുത്ത് വെച്ചത് മുഴുവനെ അതിൻ്റെ സത്ത് മുഴുവൻ എടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച്, അതായത് ഇതൊരു തൊടുകറിയാണ്. അപ്പോൾ തൊടുകറി ആകുമ്പോൾ അധികം ഗ്രേവി ആവശ്യമില്ല. പാവയ്ക്ക ഏകദേശം വഴറ്റിയെടുപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പുളിവെള്ളം കൂടെ ചേർത്തെടുക്കുക. വേറെ സെപ്പറേറ്റ് വെള്ളങ്ങളൊന്നും ചേർക്കണ്ട. പുളിവെള്ളം മാത്രം ചേർത്താൽ മതിയാകും. പുളിയുടെ ആ അളവ് അനുസരിച്ചാണ് ഇതിനൊരു പാവയ്ക്കയുടെ ഒരു കയ്പ്പൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് തിളയൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഒന്നുകൂടി ഇളക്കി വിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര. ഞാൻ ആദ്യം ഇത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ശർക്കര കൂടെ നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ എടുത്ത് വെക്കേണ്ടതാണ്. ശർക്കര നമുക്ക് ഉരുക്കി മാറ്റി വെക്കാം. ഇതിൻ്റെ അരിച്ചിട്ട് പൊടിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം. ഇത് നല്ല ശർക്കരയാണ്. ഇതിൽ പ്രത്യേകിച്ച് കല്ലും പൊടികളൊന്നുമില്ല. അപ്പോൾ ഞാനിത് ശർക്കര ഇതിലേക്ക് അതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കറി ഏകദേശം ഇപ്പം നല്ലതുപോലെ കുറുകി പാവയ്ക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, പാവയ്ക്കൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം എത്ര വേണോ, അല്ല ഇച്ചിരി കയ്പ്പ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ഇച്ചിരി കുറക്കാം. അപ്പോൾ അനുസരിച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം വരുന്നത് നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിക്കറിയുടെയും നാരങ്ങ പുളിങ്കറി, മലബാർ സ്റ്റൈലൊരു നാരങ്ങ പുളിങ്കറി ഉണ്ട്, അതിൻ്റെയൊക്കെ ഏകദേശം ടേസ്റ്റ് ആയിരിക്കും. മധുരവും ഉപ്പും എരിവും എല്ലാം കൂടെ മിക്സായ ഒരു ടേസ്റ്റ്. ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഈ കറി. ഇതിൽ നമ്മൾ 2-3 ദിവസത്തേക്ക് ഇതുപോലെ ചട്ടിയിൽ വെക്കുകയോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇതിന് കറക്റ്റായൊരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. സദ്യക്കൊക്കെ ഇഞ്ചിക്കറിക്ക് പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സദ്യക്കൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഇതിന് പെർഫെക്റ്റ് ആയൊരു ടേസ്റ്റ്. നമുക്കിനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ റെഡിയാക്കി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂവി കൊടുക്കാം. ഉലുവാപ്പൊടി ആ ചൂടനെ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വിടാം.
പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആർക്കും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നും. അത്രക്ക് സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക്. ചോറിനൊക്കെ അടിപൊളി ഒരു തൊടുകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മധുരവും എരിവും പുളിയും ഒക്കെ ചേർന്ന ഈ കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്.